എൻ്റെ പേര് ഷിജി. ഇതെൻ്റെ ഹസ്ബൻഡ് സജി. ഇതെൻ്റെ മോള് സ്റ്റെഫി. ഒരു മോനൂടെ ഉണ്ട്. അവൻ ഡൽഹിയിലാണ്, വന്നിട്ടില്ല. ഞാൻ ഇതിനെ സാക്ഷ്യപ്പെടുത്താൻ വന്നത് എൻ്റെ ഹസ്ബൻഡിനെ വലിയൊരു അപകടത്തിൽ നിന്നും മാതാവ് രക്ഷിച്ചു. ഈശോയും മാതാവും രക്ഷിച്ചു. അതായത് ഒരു ആക്സിഡൻ്റ്, ഒരു കന്നാസ് മുകളിൽ ഇരിക്കുകയായിരുന്നു. അപ്പം ഹസ്ബൻഡ് ഒരാവശ്യത്തിന് വേണ്ടി അതെടുക്കുവാനായിട്ട് മുകളിലോട്ട് കൈ ഉയർത്തി അതേ പിടിക്കാൻ പോയപ്പോൾ അതിൻ്റെ ചുവട്ടിൽ നിന്ന് അത് പൊട്ടിയിട്ട് ഒരു 5 ലിറ്ററിൻ്റെ കന്നാസിൽ നിറയും ആസിഡായിരുന്നു. അപ്പോൾ അത് ചുവട്ടിൽ നിന്ന് പൊട്ടിയിട്ട് ഹസ്ബൻഡിൻ്റെ ശരീരം മുഴുവൻ വീണു. പക്ഷേ മാതാവിൻ്റെ കാശിരൂപം ധരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ശരീരം മുഴുവനും തലയും കണ്ണും കാല് വരെ 5 ലിറ്റർ ആസിഡ് പൂര ഒഴുകി താഴെ വരെ എത്തി. പക്ഷേ ഹസ്ബൻഡ് അപ്പോൾ എന്നോട് പറഞ്ഞു, എടി എൻ്റെ കണ്ണ് പൊട്ടിപ്പോയി, എൻ്റെ കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് പെട്ടെന്ന് എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഒന്നും പേടിക്കണ്ട, അമ്മ മാതാവ് ഈശോയും ഉണ്ട്, നമ്മുടെ കൂടെയുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ ഓടിച്ചെന്ന് ഉടമ്പടി തൈലം എടുത്തുകൊണ്ട് ഓടിക്കൊണ്ടുവന്ന് ശരീരം മുഴുവനും കണ്ണിൻ്റെ അവിടെ ആദ്യം പുരട്ടി, കണ്ണിൻ്റെ അവിടെ ശരിക്കും ആ എണ്ണ മുഴുവനായിട്ട് ഇങ്ങനെ കുപ്പിയിൽ നിന്ന് ഒഴിച്ചു. ഇച്ചിരിയേ ഉള്ളൂ എങ്കിലും അത് ഒഴിച്ചു. അപ്പം ശരീരത്തിലും മുഴുവനും അത് പുരട്ടി കഴിഞ്ഞപ്പോഴത്തേന് അപ്പം തന്നെ ആ റൂം മുഴുവൻ പുക കൊണ്ട് നിറഞ്ഞു. അതുപോലെയുള്ള സ്ട്രോങ് ആയിട്ടുള്ള ആസിഡായിരുന്നു. അപ്പം പെട്ടെന്ന് റൂമിൽ പുക പൊങ്ങിയിട്ട് ഞാൻ താഴേക്ക് നോക്കിയപ്പോൾ ഈ ആസിഡ് വീണ സ്ഥലം, ആ ടൈൽസ് നല്ലപോലെ അതിൻ്റെ ഇളകി വരുന്നുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റൗവിലേക്ക് അത് തെറിച്ചായിരുന്നു കുറച്ച്. സ്റ്റൗ നോക്കിയപ്പം അതിൻ്റെ മുഴുവൻ ഭാഗം ഈ കറുപ്പ് പാട് വീഴാൻ തുടങ്ങി. അപ്പം ഞാൻ ശരിക്കും ഓർത്ത്, ദൈവമേ എന്തോ ആണ് സംഭവിക്കുന്നത്. പക്ഷേ ഞാൻ ആ എണ്ണ ഉടമ്പടി തൈലം വെച്ച് കണ്ണ് തുടച്ചതിന് ശേഷം ഹസ്ബൻഡിനോട് പറഞ്ഞു, എടി കുഴപ്പമില്ല, എനിക്ക് കണ്ണ് തുറക്കാൻ പറ്റുന്നുണ്ട്. അപ്പം പെട്ടെന്ന് ഞാൻ കണ്ണ് നോക്കി. പക്ഷേ തുറന്നും എടുക്കാനായിട്ട് തന്നെ അവിടെ സെറ്റ് ചെയ്യാൻ വന്നിരുന്നു. അപ്പം അന്നേരപ്പോഴും കുഞ്ഞുങ്ങൾ രണ്ടും അകത്ത് കിടക്കുന്നു. കിച്ചണിൻ്റെ മുകളിലായിരുന്നു അത് വെച്ചിരുന്നത്. അപ്പം കിച്ചൺ മുഴുവൻ ഈ പുക കൊണ്ട് നിറയുക. ശരിക്കും പെട്ടെന്ന് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് ഹസ്ബൻഡിനോട് പറഞ്ഞു, നമുക്ക് ആശുപത്രിയിൽ പോകാം. അപ്പം പെട്ടെന്ന് ആശുപത്രിയിലേക്ക് പോകാനൊരു വണ്ടി എടുത്തു. ആശുപത്രിയിൽ ചെല്ലുമ്പോൾ വണ്ടിയെ കയറിയപ്പോൾ എന്നോട് ഹസ്ബൻഡ് പറഞ്ഞു, എടി എനിക്കൊരു കുഴപ്പമില്ല, എൻ്റെ കണ്ണ് തുറന്നു, എനിക്ക് വേദനയൊന്നുമില്ല. പക്ഷെ ഞാനൊരു സ്റ്റാഫാണ്. അപ്പം ഒരു ആസിഡ് വീണവും പിന്നീട് അതിനുണ്ടാകുന്ന എഫക്റ്റ് എനിക്ക് നല്ലതായിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു, സാരമില്ല, ഡോക്ടറിനെ ജസ്റ്റ് ഒന്ന് കാണിക്കാം.